ഇപ്പോൾ നഗ്രോട്ടയിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് സൈനിക കേന്ദ്രത്തിനടുത്ത്. അത് ആക്രമി ആര് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവിടെ സേനാ വിഭാഗങ്ങൾ. അത്തരത്തിൽ തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയുമാണ്. ഇനിയിപ്പോൾ ചില അപ്ഡേറ്റുകൾ കൂടി ഇപ്പോൾ വരുന്നു. ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി എന്നാണ് ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത. അതിൽ പഹൽഗാം ഭീകരാക്രമണം എന്താണ്, അവിടെ എത്ര ഇന്ത്യക്കാർക്ക് ജീവൻഹാനി ഉണ്ടായിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നൽകി എന്ന വാർത്തകൾ ഒപ്പം അനുബന്ധമായി ഇപ്പോൾ വരുന്നുണ്ട്. അതിനെ കുറ്റപ്പെടുത്തിയാണ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയാണ് വാങ് യി സംസാരിച്ചത് എന്നുകൂടി വരുന്നു. അതിനെ ശക്തമായി ചൈന അപലപിക്കുന്നു എന്നാണ് ഈ പഹൽഗാം ടെററിസ്റ്റ് ആക്രമണത്തെ, പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി ചൈന അപലപിക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ ടെലിഫോണിൽ സംസാരിച്ചതിന് വിശദാംശങ്ങളാണ് ANI വാർത്താ ഏജൻസി ഇപ്പോൾ നൽകുകയും ചെയ്യുന്നത്. മറുഭാഗത്ത് ഇതേ വിദേശകാര്യമന്ത്രിയെ, ചൈനയുടെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചതായി ഇഷാഖ് ദർ അഭിപ്രായപ്പെടുന്നുണ്ട്, അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് പിന്നിൽ ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണ ഉണ്ടായതിൽ പാകിസ്ഥാനെ വാങ്ങി അഭിനന്ദിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 36 മണിക്കൂറുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് വളരെ ആക്റ്റീവായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തുടരെ പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും അമേരിക്ക തന്നെയാണ് ഇതിലൊരു മധ്യസ്ഥത വഹിച്ചത് എന്നൊക്കെ കൃത്യമായി എടുത്തെടുത്ത് പറഞ്ഞാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള ഒഫീഷ്യൽ പോസ്റ്റുകൾ. ഈവൻ അവരുടെ പ്രധാനമന്ത്രി പോലും അങ്ങനെ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ചും അമേരിക്കയെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നതിനെക്കുറിച്ചും JD വാൻസും മാർക്കോ റൂബിയോയും ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും ഒക്കെ നന്ദി അർഹിക്കുന്നവരാണ്. അതിൽ തീരാത്ത നന്ദിയുണ്ട് എന്നൊക്കെ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പറയുന്നു എന്നതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നാൽ വൈകിട്ട് ആദ്യമായി ഇഷാഖ് ദർ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ, സമൂഹ മാധ്യമമായ എക്സിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ഒരിടത്തും ഈ അമേരിക്കയുടെ പരാമർശം ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ആ രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സീസ് ഫയർ ധാരണ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നു എന്ന് മാത്രമാണ് ആ ഘട്ടത്തിൽ വൈകിട്ട് വന്ന എക്സ്പോസ്റ്റിൽ ഇഷാഖ് ദർ പറഞ്ഞത്. പക്ഷേ ഒരു 2 മണിക്കൂർ മുൻപാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഈ പരസ്യമായി രംഗത്ത് വരികയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 36 മണിക്കൂറായി പാക് പ്രധാനമന്ത്രി എവിടെയാണെന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ രംഗത്ത് വരികയും എക്സിൽ ഒരു കുറിപ്പ് എഴുതുകയുമാണ്. അതിൽ മുഴുവൻ അത് തുടങ്ങുന്നത് തന്നെ ഡൊണാൾഡ് ട്രംപിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വിഷയത്തിൽ ഇടപെട്ട അമേരിക്കയ്ക്ക് നന്ദി എന്ന് പറയുന്നു, JD വാൻസിന് നന്ദി എന്ന് പറയുന്നു, മാർക്കോ റൂബിയോയ്ക്ക് നന്ദി എന്ന് പറയുന്നു. അങ്ങനെ ആ രീതിയിൽ അമേരിക്കയുടെ പേര് പറഞ്ഞ് അമേരിക്കയാണ് ഈ രീതിയിലൊരു വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയത് എന്ന ധാരണയിലുള്ള ഒരു പോസ്റ്റായിട്ട് മാത്രം അതിനെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ആ പോസ്റ്റ് മാത്രമായി നിൽക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ മറുഭാഗത്ത് ഇപ്പോഴും ആ വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അതിർത്തിയിലുടനീളം ഉണ്ടാകുന്നുണ്ട്.